മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ദുരന്തം എല്ലാവരുടെയും കണ്ണു നനയിച്ചതാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിരവധി പേരുടെ ജീവൻ നഷ്ടമായതാണ്. കൂട്ടിക്കൽ ദുരന്തത്തിൽപ്പെട്ട ഇരയ്ക്ക് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ് എന്നതാണ് പുതിയ സാഹചര്യം. അദാലത്തിന് ചെന്നപ്പോൾ അധിക്ഷേപിച്ചതായും ദുരന്തത്തിനിരയായ മോഹനൻ ന്യൂസ് 18 പറയുന്നു. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എനിക്കൊരു ബാങ്ക് ലോൺ കിടപ്പുണ്ട്. ജില്ലാ സഹകരണ ബാങ്ക് NTR ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഈ വീട് പണിയാനായിട്ട് ഒരു 7.5 ലക്ഷം രൂപ ഞാനും എൻ്റെ ഭാര്യയുടെയും പേരിലെടുത്തായിരുന്നു. അപ്പോൾ ഭാര്യയുള്ള സമയത്ത് തന്നെ ഒരു 2.5 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന പൈസ അടച്ചു തീർക്കും. അപ്പോൾ എൻ്റെ പേരിലുണ്ടായിരുന്ന 5 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ലോൺ ഇങ്ങനെ ഇന്നും നിലവിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ബാങ്കുകാർ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജപ്തി നോട്ടീസൊക്കെ ഇട്ടു. എപ്പോഴും പറഞ്ഞ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ കഴിഞ്ഞ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ബാങ്കിൻ്റെ ഔദ്യോഗികമായ ഒരാൾ വന്ന് അച്ഛനോട് പറഞ്ഞ് പൈസ അടയ്ക്കണം. ഞാൻ പറഞ്ഞപ്പോൾ കഴിയുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, കഴിഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയും പൈസയൊന്നും ഇത്രയും നല്ല പൈസ അടയ്ക്കാൻ പറ്റുകയില്ല. അന്ന് എന്നോട് ബാങ്ക് എനിക്കൊരു പരിഗണന തന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ ഈ ലോൺ എഴുതി മാറ്റിക്കൾ എന്ന് വെച്ചാൽ പട്ടയക്കള്ളാസ് ആധാരം തിരിച്ചു തന്നേക്കാമെന്ന് എന്നോട് അന്നിരുന്നൊരു മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ പൈസ ഉണ്ടാകുകയില്ല. ഞാൻ വാങ്ങിച്ചു വെച്ച് പറഞ്ഞു, സാറേ എൻ്റെ പൈസ ഉണ്ടാകില്ല, ഇത്രയും പൈസ അടയ്ക്കാനായിട്ട് എൻ്റെ പൈസ 1 രൂപ പോലും എൻ്റെ ഉണ്ടാകില്ല സാഹചര്യമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പോന്നു. അപ്പോൾ ആ സ്കീം അവർ ക്യാൻസലും ചെയ്തെന്നാൽ എന്നോട് പിന്നെ അത് കഴിഞ്ഞ് അന്വേഷണം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ തിരുവനന്തപുരത്ത് വന്ന് റീജിയണൽ മാനേജർ വന്നിച്ച് പറഞ്ഞു സംഗതി അടയ്ക്കണോ, അല്ലെങ്കിൽ പുള്ളി ഇത് ഭൂമി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അറ്റാക്ക് ചെയ്ത് ബാങ്കിന് വേണ്ടി ഞാൻ തന്നേക്കുന്നത്. എനിക്ക് ഭൂമിയോട് ഇനി താല്പര്യമില്ല, എനിക്ക് ഭൂമിയും വേണ്ട, നിങ്ങൾ അറ്റാക്ക് ചെയ്തു ഇട്ടോളാമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ ബാങ്കിലേക്ക് വിളിച്ച് ബാങ്കിന് അദാലത്ത് മുണ്ടക്കയത്ത് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഒരു അദാലത്ത് നടക്കുന്നുണ്ട്. അദാലത്തിൽ പങ്കെടുത്തു. നമുക്കതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാമെന്ന് ഇപ്പം ഇവിടെ നിലവിലുള്ള മാനേജർ എന്നോട് പറഞ്ഞിരുന്നു. അതും പ്രകാരം മാനേജർ പറഞ്ഞ പ്രകാരം ഞാനവിടെ അദാലത്തിൽ ചെന്ന് പങ്കെടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു മാനേജർ എന്നെ കാണിച്ച ഒരാളിൻ്റെ അടുത്തല്ല എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയ, വേറൊരു ആളിൻ്റെ അടുത്താണ് കിട്ടിയ. തീർപ്പ് കൽപ്പിക്കുന്ന മാനേജരുടെ അടുത്ത് അങ്ങേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനോട് ഇയാൾക്കൊരു ഭാര്യ പെണ്ണ് കെട്ടാൻ മേലെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ വേദന എന്നാന്നുള്ളത് അങ്ങേര് മനസ്സിലാക്കിയിട്ടില്ല. അതായിരിക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സാഹചര്യമാണെന്നുള്ളത് അങ്ങേർക്ക് അറിയത്തില്ല. അപ്പം ഈ സാഹചര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത് മറ്റേ ഒരാളിനോടാണ് പറഞ്ഞത്. അപ്പം അങ്ങേരിങ്ങനെ പറഞ്ഞ് ഇപ്പം അതാണെന്നുള്ള എൻ്റെ ഒരു തോന്നൽ ഞാനിങ്ങനെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സാഹചര്യം ആരും അങ്ങനെ പറയാൻ വഴിയില്ല. അങ്ങനത്തെ പേര് എനിക്കറിയത്തില്ല. പുള്ളി ഈ ലോണിൻ്റെ ഒക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ആൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ ലോണിൽ മുണ്ടക്കയം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്, അദാലത്ത് നടന്നത്. അവിടെ വെച്ചാണ് ഇങ്ങനെ ചോദിച്ചതിനോട് പറഞ്ഞ് എന്നോടായിട്ട് ഉണ്ട് മറ്റേ പറഞ്ഞും വേറൊരു ബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരാളാണ്. അങ്ങേരോട് ഇങ്ങനെ പറഞ്ഞു ഭാര്യ മരിച്ചു പോയെന്ന് പറയുമ്പോൾ അതിനോട് അയക്കൊരു പെണ്ണ് കെട്ടാൻ വരാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ വേറൊരു എൻ്റെ സാഹചര്യ വിഷമം എന്നാന്ന് അങ്ങേർക്ക് അറിയത്തില്ല. അപ്പം ആ ഒരു ഇത് വെച്ചായിരിക്കും അങ്ങേര് സംസാരിക്കുന്നത് ഞാനങ്ങ് മനസ്സിലാക്കി. ആദ്യം എനിക്ക് വേണ്ടി സഹായം ചെയ്യാമെന്ന് ഇപ്പം എന്തായാലും ഉള്ളൊരു മാനേജരാണ്. അങ്ങേരുടെ ഒരു കാരുണ്യം, അങ്ങേരുടെ പേര് എന്താണെന്ന് എനിക്ക് പിടിയില്ല. അങ്ങേരുടെ ഒരു കാരുണ്യം കൊണ്ടാണ് എന്നോട് എൻ്റെ സഹതാപത്തിൽ അങ്ങേരെ കൊണ്ട് പറ്റുന്ന എന്ത് വേണം ചെയ്തു തരാം എന്നൊക്കെ അങ്ങേരെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരമാവധി ഇനി ലോണിൻ്റെ ഒഴിവാക്കി തരാമെന്ന് അങ്ങേരെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സമ്മതിച്ചില്ല. അങ്ങനെ ആകെ ഒരു പ്രശ്നമാണ് ബാങ്കിൻ്റെ ഒരു പ്രശ്നം. എനിക്ക് ഇപ്പം പേരെന്താ? ജില്ലാ സഹകരണ ബാങ്ക് NTR ബ്രാഞ്ചാണ്. അവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. അത് അടയ്ക്കാൻ മാർഗമൊന്നുമില്ല, അത് അടയ്ക്കുക നടപടിയില്ല. അവർ ഈ ഭൂമി ഈട് വെച്ചാണ് എടുത്തേക്കുന്നത്. അതെല്ലാം അവർ എന്നാ ചെയ്തോട്ടെന്നൊരു കാഴ്ചപ്പാടാണ്. കാരണം എനിക്ക് ഇനി അതിനോട് താല്പര്യം. ഒരാളും മരിച്ചുപോയി. അന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇതുകൊണ്ടൊക്കെ ഇവിടെ കടയുണ്ടായിരുന്നു. കടയൊക്കെ നടത്തിയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തി. കടയുണ്ടായിരുന്നു, 2-3 കന്നാലി വളർത്തി ഇങ്ങനെയൊക്കെ ഉപജീവനമാർഗം പോകുമായിരുന്നു.
അപ്പം ഇതൊന്നും ഇല്ലെന്നായിപ്പോയി. അതൊക്കെ കന്നാലിയൊക്കെ അന്നത്തെ രീതിയിൽ കിട്ടിയ വരയ്ക്ക് തന്നെ പിടിച്ചു കൊടുത്ത് അതിനെ വളർത്താൻ മേലാവുന്നപ്പോഴത്തേനും പിന്നെ ആൾ പോയപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങ് കിട്ടിയ വരയ്ക്ക് തന്നെ കൊടുത്ത് മാറി. എങ്ങനെ പരാതിയോ വല്ലതും കൊടുക്കുകയോ ചെയ്തു? ഇങ്ങനെയൊക്കെ ഒരു അധിക്ഷേപമാണല്ലോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ. ഇല്ല, അത് ഞാൻ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അങ്ങേരെ ഈ ഭാര്യ മരിച്ചതെന്ന് പറഞ്ഞ് നെയ്യ സാഹചര്യം മരിച്ചതെന്നുള്ളത്. സർക്കാരുകളുടെയൊക്കെ ഒരു വലിയ സഹായം സ്വാഭാവികമായിട്ട് അവരെല്ലാം പറയാറുണ്ടല്ലോ, ഈ ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള അവരുടെ കടങ്ങളൊക്കെ എഴുതി തള്ളുമെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും നമുക്ക് പക്ഷേ ഫലത്തിൽ കിട്ടുന്നില്ല. കടം എനിക്ക് എഴുതി തള്ളിയിട്ടില്ല, അല്ലാതെ സർക്കാരിൻ്റെ ധനസഹായം എനിക്ക് തന്നിട്ടുണ്ട്. എത്ര ലക്ഷം? 4.5 ലക്ഷം. 4 ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപ. പിന്നെ ഭാര്യ മരണപ്പെട്ടതിൻ്റെ വിധത്തിൽ 4 ലക്ഷം രൂപയും പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട് സർക്കാരിൻ്റെ വകയിൽ നിന്ന്. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. കൂട്ടിക്കൽ ദുരന്തത്തിൽപ്പെട്ട വ്യക്തിക്കാണ് സഹകരണ ബാങ്ക് കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ ഈ ഒരു നടപടി ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം. വയനാട്ടിലും സമാനമായി ദുരന്തം നേരിടുന്ന ഒരു വ്യക്തിക്ക് ജപ്തി ഭീഷണി ബാങ്കിൽ നിന്നുണ്ടായത് വാർത്തയുണ്ടായതാണ്. അത് റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയുള്ള വിഷയമാണ്. ഇതിനിടയിലാണ് കൂട്ടിക്കൽ ദുരന്തത്തിൽപ്പെട്ട ഒരാൾക്കും ഈ സമാന അനുഭവം ഉണ്ടാകുന്നത്. ശ്രീജിത്ത്, നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ശേഷം ബാങ്ക് ഉദ്യോഗസ്ഥരുടെ എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? അവരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഈ നടപടി ജപ്തി നോട്ടീസിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബാങ്ക് തയ്യാറാകുമോ? സജിത്ത്, ഇതുവരെയും അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു അദാലത്താണ് നടന്നത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹവും ഒരു പരാതിക്ക് തയ്യാറായി മുന്നോട്ട് പോയില്ല. ഒന്ന്, ഇത് ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള പേരടക്കം അദ്ദേഹത്തിനോട് ഒരു അധിക്ഷേപം നടത്തിയ ആളുടെ പേര് പോലും അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അങ്ങനെ ഒരു ചിന്തയിലല്ല. അതിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണവും അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, എൻ്റെ സാഹചര്യം മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും, എൻ്റെ വേദന മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് ശ്രീ മോഹനൻ പറയുകയും ചെയ്തത്. എന്തായാലും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് തുടർ നടപടികൾ ഇനി എങ്ങനെ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ഇതിൽ ആകെ നമ്മൾ എടുത്തു കാണേണ്ടത് ഇങ്ങനെ ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളോട് പോലും ഒരു കാരുണ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വലിയ പ്രഖ്യാപനങ്ങളും വലിയ പുനരധിവാസ പദ്ധതികളും ഒക്കെ പലപ്പോഴും നടപ്പാകുമ്പോൾ ഇവരെന്ത് ചെയ്താണ് ഇനി പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന ചോദ്യമാണ് ബാക്കി. ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പോലെ പശുക്കൾ ഉണ്ടായിരുന്നു 3-4 എണ്ണം, അതിനെല്ലാവരെയും കൊടുത്തു. ഈ ഇദ്ദേഹത്തിന്റെ കടയിലാണ് അന്ന് ദുരന്തം ഉണ്ടാകുന്നത്. ഈ കടയിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സരസമ്മയും തൊട്ട അയൽവാസികളായ 3 പേരും ഈ ദുരന്തത്തിൽ പെടുന്നത്. പ്ലാപ്പള്ളിയിൽ അങ്ങനെ 4 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ ഉപജീവന മാർഗം എല്ലാം ഇല്ലാതായ മനുഷ്യരോട് ഒരു ജപ്തി നടപടി അതിനപ്പുറത്തേക്ക് അധിക്ഷേപം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ വളരെ ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഭരണ സംവിധാനങ്ങൾ ഇത് അറിയാതെ സംഭവിക്കുന്നതാണോ ആകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇതിൽ സഹകരണ വകുപ്പിന്റെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണ ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വലിയ കാരുണ്യ സ്പർശവുമായൊക്കെ പലപ്പോഴും ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. നേരത്തെയും കൂട്ടിക്കലിൽ ഈ ദുരന്ത പ്രളയബാധിതർ ഭാഗത്തേക്ക് ഇത്തരത്തിൽ സഹകരണ ബാങ്കിന്റെ നോട്ടീസൊക്കെ വന്നു എന്ന ആക്ഷേപങ്ങൾ ഒരു 1.5 വർഷം മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. എന്തായാലും ഇത് വിടാതെ വേട്ടയാടുന്നു എന്ന് വേണം ഈ ഒരു ദുരന്തമുണ്ടായി 3 വർഷം ആകുമ്പോഴും മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ്, അതായത് ഈ ഒരു ഇതിൽ ദുരന്തത്തിന് ഇരയാകുന്നവർ അവർ മാനസികമായി തന്നെ ഒരു തരത്തിലും അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പലതവണ വിങ്ങിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. ആ കുടുംബം തന്നെ, ആ വീട്, ഇദ്ദേഹം സംസാരിക്കുന്നതിന്റെ പിന്നിൽ കാണുന്ന വീടാണ്. ആ വീട് ഉപേക്ഷിച്ച് തന്നെ അവർ അവിടെ നിന്ന് പോയി. അത്തരം സാഹചര്യത്തിലാണ് ഈ മനുഷ്യർ ജീവിക്കുന്നത്. അവരിനി പണം കൂടി എങ്ങനെ ഉണ്ടാക്കും എന്ന ചോദ്യം സത്യത്തിൽ കേരള സമൂഹത്തോടും സർക്കാരിനോടും തന്നെ ഉയർത്തുന്ന ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ശ്രീജിത്ത്, ഇത് സഹകരണ മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. VN വാസവൻ, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതായത് കേരള ബാങ്കിന്റെ ബ്രാഞ്ച് ആവണം അല്ലെ, അങ്ങനെ അതാണ് സംഭവിച്ചതെന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെയെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഇതിലൊരു ഇടപെടൽ ഉണ്ടാവേണ്ടതല്ലേ ശ്രീജിത്ത്?
തീർച്ചയായും മന്ത്രി തലത്തിൽ ഉള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ബാങ്ക് സ്വാഭാവികമായും പല ബാങ്കുകളും ജപ്തികളെ എപ്പോഴും ന്യായീകരിക്കാറുണ്ട്. കാരണം അവിടെ നിന്നെടുത്ത കടം അത് തിരിച്ചടവിന് വേണ്ടി അവരുടെ സ്വാഭാവിക നടപടികളാണ് നോട്ടീസ്, ജപ്തി എന്നൊക്കെ അവരെ സംബന്ധിച്ച് അവരുടെ ജോലി മാത്രമാണ്. പക്ഷേ സർക്കാരുകൾ എപ്പോഴും ഇടപെടാറുള്ളത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ്. ഈ സഹകരണ മന്ത്രി അധികാരത്തിലെത്തിയപ്പോൾ തന്നെ മന്ത്രി തന്നെ വ്യക്തമാക്കിയത് ആരെയും ജപ്തി ചെയ്ത് ഇനി പുറത്തേക്ക് വിടില്ല, മറ്റൊരു പഴയ സംവിധാനം ഉണ്ടാകാതെ വിടില്ല എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയ ഒരു സർക്കാരും മന്ത്രിയൊക്കെ തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സർക്കാർ തലത്തിലുള്ള ഇത്തരം മനുഷ്യരോട് ഇങ്ങനെ കാട്ടുന്ന നീതികേട് സജിത്ത്, അതിനപ്പുറം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അധിക്ഷേപം എന്നുള്ളത്. ഒരാളോട് അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ടാൽ അയാൾ ഇനി വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അയാളുടെ തീരുമാനം. അതിനപ്പുറത്തേക്ക് തനിക്ക് വേറെ പെണ്ണ് കെട്ടിക്കൂടെ എന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ക്രൂരമാണ് ഈ ഉദ്യോഗസ്ഥരുടെ മനോഭാവം എന്നുകൂടി അതിൽ എടുത്ത് കാണേണ്ടതുണ്ട്. എന്തായാലും ഇതിനെതിരെ ഈ ഒരു പരാതി നൽകാതെ ഇദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ഇനി ജീവിക്കണോ, ആ ദുരന്തത്തിൽ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് മരവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ബാങ്ക് ജപ്തി ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങളെങ്കിൽ സ്ഥലം അങ്ങ് എടുത്തോളൂ, സ്ഥലം എടുത്ത് കൊണ്ടുപോയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന മനസ്ഥിതിയാണ് അവർക്കുള്ളത്. നമ്മൾ ഈ മനോഭാവം, അവരുടെ ഒരു മാനസികാവസ്ഥയെ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നടപടികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെല്ലാം ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്തോ എന്ന് പറയുന്ന നിലയിലേക്ക് പോലും എത്തുന്ന സ്ഥിതിയാണ് ഈ പുനരധിവാസ മേഖലയിൽ അടക്കമുള്ളത്. ഈ മേഖലയിൽ നിരവധി കാര്യങ്ങൾ സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. CPM 25 വീട് വെച്ച് നൽകി, ഏതാണ്ട് 8ഓളം വീടുകൾ സേവാഭാരതി നൽകി. അങ്ങനെ പല പല സംഘടനകൾ, പല മത സാമുദായിക സംഘടനകളൊക്കെ വലിയ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അവരുടെ മാനസിക നില ഇപ്പോഴും ഈ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതുകൂടി നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. ഇനി ഓരോ സ്ഥലത്തും ഇത്തരം പുനരധിവാസങ്ങൾ നടപ്പാക്കുമ്പോൾ സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതെന്നുകൂടി പറയുകയാണ്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഈ ജപ്തി നിരോധനം സർക്കാർ പ്രഖ്യാപിച്ചതാണ്, അതുകൊണ്ട് ജപ്തി നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഒരു ദുരന്തത്തെ നേരിട്ടുകൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട, കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ബാങ്ക് അധികൃതർ മാനസികമായ സമ്മർദ്ദപ്പെടുത്തൽ തന്നെ ആ ജപ്തിക്ക് സമമാണ് എന്നുകൂടി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. കാരണം അങ്ങനെ ഇടപെടൽ നടത്തിയത് ആരോ, അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാവണം. ബാങ്ക് ഉദ്യോഗസ്ഥർ സാങ്കേതികമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ പോരാ, മനുഷ്യരാണ് ഇവർ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടാവണം. നമുക്ക് മുന്നിൽ വയനാട് മറ്റൊരു ഉദാഹരണമായി മാറുന്നുണ്ട്. അവിടെയും നിരവധി ആളുകൾക്ക്, നിരവധി ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് കൂടി കൈത്താങ്ങാവുന്ന തീരുമാനം കൂടി ഉണ്ടാവണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ശ്രീജിത്ത് റിപ്പോർട്ടുണ്ട്. ശ്രീജിത്ത്, സമയപരിമിതി കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിൽ ഇതിന് വിശദമായി തന്നെ ഇത് പരിശോധിക്കാം. സർക്കാർ തീർച്ചയായും വിഷയത്തിൽ ഇടപെടണം, ആ മോഹന് നീതി കിട്ടണം എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ന്യൂസ് ട്രെൻഡ്സ് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.